ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല കേട്ടോ, പട്ടും കറിലും കറി. 2-3 ദിവസം എന്റെ കെട്ടിയാൻ പറയുന്നു പട്ടും കറിലും മനസ്സിന്ന കറി വെച്ച് തരൂ. ഞാനെടുത്തൊഴിക്കും ഒരു ചോദ്യം, ഞാനല്ലാതെ പിന്നെ വേറെ ആര് വെച്ച് തരാം നിങ്ങൾക്ക്? നമ്മളോടെ ഇന്നലെ പോയിട്ട് കടയിൽ നിന്ന് കിട്ടിയില്ല, ഇനി ഞാനും കിട്ടിയില്ല. ഇന്നിപ്പോ ജോലി കഴിഞ്ഞാൽ പാളിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം, കാരണം ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പോൾ പട്ടും കറിലും കിട്ടിയതും പറഞ്ഞു ഞാനെല്ലാം നന്നാക്കി നല്ലോണം ഫ്രെയിം ചെയ്ത് 2 കൂടി ഒന്നിച്ച് കുക്കറിൽ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും കരൽ വെന്ത് കുഴയും നമുക്കറിയാം. ബട്ട് ഞാൻ എന്തായാലും കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി നല്ലോണം തിരുമ്മി 1 കപ്പ് വെള്ളം കൂടി അവിടെ ഒഴിച്ച് അടുപ്പത്തേക്ക് അവിടെ വെച്ചു. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്തായാലും റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, ബാക്കി കാര്യങ്ങളും ചെയ്യണ്ടേ. അത് കുക്കറിന്റെ അടപ്പിട്ട് ഞാൻ ഗ്യാസൊക്കെ കത്തിച്ചാൽ അടപ്പത്തോട്ട് വെച്ചു. അത് കഴിഞ്ഞിപ്പോ ബാക്കിയുള്ള പരിപാടി നോക്കണ്ടേ. ഞാൻ എന്ത് ചെയ്തു, സവാള ഇഞ്ചിയും പച്ചമുളകൊക്കെ അതിലൊപ്പം തന്നെ നന്നാക്കാൻ വേണ്ടി ആയിരിക്കുന്ന ഐറ്റം പച്ചമുളകും ഇഞ്ചിയും മൊത്തം എനിക്ക് നന്നാക്കാനുള്ളതല്ല കേട്ടാ, ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി എടുത്ത് വെക്കാലോ. എളുപ്പത്തിന് ഞാനെടുത്ത് അതവിടെ വെച്ചു. 2 സവാളയും 3-4 അല്ലി വെളുത്തുള്ളിയും 3-4 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചി എല്ലാം കൂടി പിടി നമ്മൾ നന്നാക്കി. എനിക്ക് കുറച്ച് സ്പീഡ് കൂടെ ഉണ്ടല്ലേ, വീഡിയോ ലോങ് ആവണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ്. അപ്പൊ ഷൂ ആരെന്നെ വിളിക്കുന്നു, വേറെ ആരല്ല നമ്മുടെ പട്ട്. 1 വിസിലായിട്ടാണ് ഞാൻ മൈൻഡ് ചെയ്തില്ല, 2ാമത്തെ വിസിലടിച്ചു. എന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല, 3 അടിച്ചു ഞാൻ മൈൻഡ് ചെയ്തില്ല. 5ാമത്തെ ഇപ്പൊ ഞാൻ വന്നു. അപ്പത്തേക്ക് ഞാൻ സവാളയൊക്കെ നന്നായിട്ട് കഴുകി ക്ലീനാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും എന്നെ വിളിച്ച കുക്കറിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നോണ്ട് നോക്കിയപ്പോ വട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ കൂട്ടുകാരനായ കരലിനെ അങ്ങോട്ട് ഇടണ്ടേ, അതും കൂടി അങ്ങോട്ട് വിട്ട് പിടിനായി കാര്യങ്ങളൊക്കെ. അവരെന്തായാലും കൂടി ഒന്നിച്ചല്ലേ ജീവിച്ചത്, ഒന്നിച്ചെന്നെ കിടക്കട്ടെ. ഞാനും എല്ലാം കൂടി ഇട്ട് ഞാൻ എന്ത് ചെയ്തു, മൊത്തം ഒന്ന് മിക്സ് ചെയ്തു. ഉപ്പൊക്കെ കറക്റ്റായിട്ടാണ് ഞാൻ ഇട്ടിരുന്നത്, അതുകൊണ്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി അടപ്പിട്ട് അടച്ച് അവര് വേവട്ടെ എന്ന് എഴുതി. കരൽമുറി അടപ്പത്തിട്ട് പിന്നെ ഒരുപാട് വിസിലാക്കാൻ നിൽക്കണ്ട കേട്ടാ, ഒരു 2 വിസിൽ മതി. അതാവുമ്പോഴേക്കും കരല് വന്നിട്ടുണ്ടാവും. ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഉള്ള സവാളയൊക്കെ അവിടെ അരിഞ്ഞു വെക്കാൻ. സവാള അരിയുമ്പോൾ എനിക്ക് മാത്രമാണ് കണ്ണീന് വെള്ളം വന്നു. ഞാൻ തമാശ പറഞ്ഞ എന്താ, കണ്ണീനൊക്കെ വെള്ളം വന്നു സ്വാഭാവികം. എന്നാലും നമ്മൾ പെണ്ണുങ്ങളല്ലേ പണിയെടുക്കാണ്ട് വീട്ടില്ല. അപ്പൊ തേടാ മുറിന്ന് വേറൊരാളുടെ വിളി, അമ്മ ഹോംവർക്ക് ചെയ്യണമെന്ന്. എന്റെ പൊന്നോ, ഇതന്നെയാണ് ഹോംവർക്ക്. ഇതിനൊക്കെ ഇരുത്തി എങ്ങനെ ഹോംവർക്ക് ചെയ്തു തീർക്കാനാ? എത്ര നേരം എടുത്താന്നറമ്മ തന്നെ. അത് ഞാൻ ഇനി കുറച്ചേരം വെയിറ്റ് ചെയ്തപ്പോ തേടാ ഒരു കവറിൽ കപ്പയും തൂക്കുന്നുണ്ട് കെട്ടിയോ. ഇത് കാപ്പാണി കഴിഞ്ഞ് വെറുതെ കുറച്ച് നേരം ഇരിക്കാറോ നേരം പിന്നെ വിട്ടേ പോലെ അടിക്കാം. അപ്പം കൊടുങ്ങ് എന്തെങ്കിലും ആവട്ടെ, പട്ടുന്നേരല്ലേ, നമുക്ക് അതും കൂടി മിക്സ് ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞു. കെട്ടിയാ പറയുമ്പോ ചെയ്ത് കൊടുക്കാണ്ട് പറ്റൂലല്ലോ. ഞാൻ എന്ത് ചെയ്തു, അത് വേവണ ടൈം കൊണ്ട് ഞാൻ കപ്പ പിടി നാളെ നുറുക്കി വേഗം കഴുകി. അങ്ങനെ തന്നെയല്ലേ താടെ പുഴുങ്ങണേ, ഒന്നും കൂടി നുറുക്കും. നന്നായിട്ട് ക്ലീൻ ചെയ്യണം, കാരണം നല്ലോണം മണ്ണുണ്ടായിരുന്നു കപ്പയിൽ. എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ കുരുന്ന് നുറുക്കി തറപ്പ നുറുക്കി. ഒരുപാട് വലിപ്പത്തിലൊന്നല്ല, ഒരു മീഡിയം വലിപ്പത്തിലൊക്കെ നുറുക്കി നന്നായിട്ട് കഴുകി. വീണ്ടും കപ്പ ഇച്ചിരി മഞ്ഞപ്പൊടിയും വേപ്പിലെ ഉപ്പും കൂടിയിട്ട് അതടപ്പത്ത് വെച്ച്. പിന്നെ ചട്ടിക്കാലത്തിലെ കറി വെക്കാൻ അതിൻ്റെ ടേസ്റ്റ് വേറെ ഉള്ള. പിന്നെ ആ പണികളായി കുറച്ച് നന്നാക്കി വെച്ച പച്ചമുളകും സവാള ഇഞ്ചി എല്ലാം കൂടി തന്നെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ടു. എല്ലാം ഞാൻ സ്പീഡിലാക്കണ വീഡിയോ ലോങ് ആവണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ്ട. പിന്നെ അതൊന്ന് വരാൻ വേണ്ടി അടച്ചു വെച്ചു. അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ആദ്യം നമ്മൾ വേവിക്കാൻ പുറയിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെ എല്ലാം കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ നമ്മുടെ വെന്തിരിക്കുന്ന വട്ടും കറിനും കൂടി അതിനകത്തിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തു. അപ്പത്തേക്കും കപ്പ അവിടെ കിടന്ന് നല്ലോണം തിളക്കണ്ടാവുന്നത്ര. വട്ടും കറിലും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടാ മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് എന്തായാലും അടച്ചു വെച്ചിട്ട് ഞാൻ വേവിക്കും. കാരണം നന്നായിട്ട് വഴറ്റി കിട്ടണം എനിക്ക്, വഴറ്റി എടുത്തു എന്തായാലും. അത് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും നന്നായിട്ട് വെന്തു, നല്ല മണമൊപ്പം ഉണ്ടായിട്ടാ. പിന്നെ കപ്പ് ഒരു പാത്രത്തിലേക്ക് ആക്കി കുറച്ച് വട്ടും കറിനും കൂടി അതിന് കൂട്ടിനായിട്ട് ഞാനങ്ങ് ഇട്ട്. എന്താവുന്നറിയാൻ പാടില്ല, കെട്ടിയോനും കൊച്ചും അത് കാത്തിരിക്കണാണ്. എന്തായാലും അവർക്ക് മുമ്പേ കൊടുത്തു നോക്കാം, എന്താണ് അഭിപ്രായം നമുക്കറിയാലോ. അവരെന്തൊരു TV കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോഴാണ് ഞാൻ കപ്പയും വട്ടും കറിലും കറിയേറ്റ് വന്നു. എന്തായാലും ഞാൻ ഉണ്ടാക്കിയതല്ലേ, കെട്ടിയോൻ്റെ ആഗ്രഹമല്ലോ, വായിൽ വെച്ച് കൊടുക്കാന്നേപ്പി 1 കഷ്ണം എടുത്ത് വായിലേക്ക് വെച്ച്. എക്സ്പ്രഷൻ എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല, കുറ്റം പറയുമെന്നറിയില്ല. കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ, നോക്കൊന്നും നോക്കട്ടെ എങ്ങനെയാണ്. അടിപൊളിയാണ്. പിന്നെ ദച്ചു തന്നെ കൊടുക്കാൻ പറ്റൂല കേട്ടോ, നല്ല എരിവായിരുന്നു. അത് തന്നെ ദച്ചു 1 കഷ്ണം കപ്പയിലും. ദച്ചിന് ആ കറികളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടാ. പിന്നെ ഞാൻ കരുതി ഇവരെ എനിക്ക് വാരി തന്നില്ല. കണ്ടാ ഞാൻ എന്തിനാ തടക്കി തേത്തേന്ന് പറയാമോ. 1 കഷ്ണം എനിക്ക് വാരി വെച്ച് ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാരി തിന്നടി, എന്റെ കൈ ചീത്തയാക്കാൻ പറ്റൂല. ശ്രദ്ധേനം ചെയ്തതിന്റെ സ്നേഹം കാണിച്ചതേ. അത് കഴിഞ്ഞ് കുറച്ചേരം ഞങ്ങൾ അതും പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് കഴിച്ചട്ടാ. എന്തായാലും അടിപൊളിയായിരുന്നു. കപ്പയും വട്ടും കറിയും കോമ്പിനേഷൻ സൂപ്പറാണ്.